സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരിക്കുമ്പോൾ യേശുവിനെ അനുകരിക്കാൻ വിളിക്കപ്പെട്ട അന്ത്രയോസിന്റെ ആദ്യ സുവിശേഷ പ്രഘോഷണം തന്റെ സഹോദരൻ പത്രോസിനോടായിരുന്നു. സർവവും ഉപേക്ഷിച്ച് യേശുവിനെ അനുയാത്ര ചെയ്ത 3 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ അന്ത്രയോസ് സുവിശേഷ പ്രഘോഷണാർത്ഥമുള്ള മിഷൻ യാത്രകൾക്ക് ധൈര്യസമേതം ഇറങ്ങിത്തിരിച്ചു. ഏഷ്യ മൈനർ, ഗ്രീസ്, മാസിഡോണിയ, ബ്ലാക്ക് സീയുടെ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വിശുദ്ധ അന്ത്രയോസ് സുവിശേഷം പ്രഘോഷിച്ചു. ആദിമസഭയിൽ അരങ്ങേറിയ ക്രൈസ്തവ പീഡനങ്ങളിലും ഞെരുക്കങ്ങളിലും വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നേറിയ വിശുദ്ധ അന്ത്രയോസിലൂടെ ദൈവം നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ പാത്രീസിൽ വെച്ച് അദ്ദേഹത്തെ കുരിശിൽ ബന്ധിച്ചുള്ള മരണത്തിനായി ന്യായാധിപനായിരുന്ന ഈജിയാസ് വിധിച്ചു. ഓ വിശുദ്ധ കുരിശേ, വളരെ നാളായി നിന്നെ പുൽകുവാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഈ ഭാഗ്യം അനുവദിച്ചതിൽ ഞാൻ ആനന്ദിക്കുന്നു എന്നാണ് തനിക്ക് വിധിച്ച കുരിശിനെ നോക്കി വിശുദ്ധ അന്ത്രയോസ് പറഞ്ഞത്. എക്സാകൃതിയിലുള്ള കുരിശിൽ 2 ദിവസം ബന്ധിക്കപ്പെട്ട അദ്ദേഹം ജീവനുണ്ടായിരുന്ന നേരമത്രയും ചുറ്റുമുള്ളവരോട് സുവിശേഷം പ്രഘോഷിച്ചു. അതിനുശേഷം കുരിശിൽ ജീവൻ വെടിഞ്ഞ തന്റെ നാഥന്റെ അടുക്കിലേക്ക് വിശുദ്ധ അന്ത്രയോസും യാത്രയായി.